ഉപ്പുമാവ് ഉണ്ടാക്കാൻ നമ്മൾ ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് റവ ഇട്ട് കൊടുക്കാം. ഞാൻ 2 കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ റവ കടയിൽ നിന്ന് മേടിച്ച വറുത്ത റവയായിരിക്കും, പക്ഷെ എന്നാലും നമ്മളൊന്ന് ചൂടാക്കി എടുക്കണം. ആ റവ ഒന്ന് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് പതുക്കെ എടുക്കാം. ബ്രൗൺ കളറൊന്നും ആകണ്ട, ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അതിന് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. കട്ട ഇങ്ങനെ കരിഞ്ഞു പിടിക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം. നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ റവയൊന്ന് ചൂടായി, ഇത് ബ്രൗൺ കളറൊന്നും ആകണ്ട, ഇത് ചൂടായി. ഇനി നമ്മൾ ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഈ പാത്രത്തിൽ നന്നായി ഇരുന്നാൽ ഇത് കരിഞ്ഞു പിടിക്കാൻ സാധ്യതയുണ്ട്. പാൻ അടപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ നെയ്യും ഒഴിച്ചു കൊടുക്കണം. നെയ്യ് ഇല്ല എങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി. നെയ്യ് ഒഴിക്കുമ്പോൾ ഒരു ഇച്ചിരി ടേസ്റ്റ് കൂടും. നെയ്യിലും എണ്ണയിലേക്കും നമ്മൾ കടുക് ഇട്ട് കൊടുക്കണം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്താൽ മതി. കടുക് പൊട്ടി തുടങ്ങുമ്പം അതിലേക്ക് നമ്മൾ ഉഴുന്നുപരിപ്പ് നട്ട്സും ഇട്ട് കൊടുക്കണം. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഉഴുന്നും നട്ട്സും ഒന്ന് ചെറിയ ബ്രൗൺ കളർ ആകണ വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. കരിഞ്ഞു പോകരുത്, ചെറിയൊരു ബ്രൗൺ കളർ ആകുന്നവരെ നമ്മൾ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ കറിവേപ്പില, വത്തലുമുളക്, പച്ചമുളക് 2 എണ്ണം, ഇഞ്ചി ഒരു ശകലം, ഒരു ഇഞ്ചിയുടെ 1/4 ഭാഗം, ഒരു സവോള, ഇത്രയും ചേർത്ത് കൊടുക്കണം. ഇത് ഒന്ന് വെന്താൽ മതി, ബ്രൗൺ കളറൊന്നും ആവേണ്ട, ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. നമുക്ക് ആടിക്കഴിയുമ്പോൾ അതിലേക്ക് ക്യാരറ്റ് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് നമ്മൾ ചേർത്ത് കൊടുക്കണം. ഒരു 3 മിനിറ്റ് നേരം ഇളക്കിയാൽ മതി, പെട്ടെന്ന് വെന്തോളും. ഒന്ന് വാടി കിട്ടിയാൽ മതി നമുക്ക്, അല്ലാണ്ട് ശരിക്കും വേവേണ്ട കാര്യമൊന്നുമില്ല. തുടർച്ചയായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം, കരിഞ്ഞു പോകാതെയൊക്കെ. നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കിയ ശേഷം നമ്മൾ ഒരു 3 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കുക. നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ, ഇത് നെയ്യ് ചേർത്തേക്കുന്നത്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഒന്ന് തിളയ്ക്കണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച റവ കുറോശയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി വെക്കണം. കുറോശയായിട്ട് ചേർത്ത് ഇളക്കി. ഞാനിപ്പം ഒരു കയ്യിൽ മൊബൈൽ പിടിച്ച് എടുക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. കുറോശയായിട്ട് ചേർത്ത് കൊടുക്കാതെ ഒന്നിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഇത് കട്ടി കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറോശ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കണം. ഈ കുഴഞ്ഞിരിക്കുന്ന ഉപ്പുമാവ് ഇഷ്ടമുള്ളവർക്ക് വെള്ളം ഇച്ചിരി ശകലം ഒരു 1/4 ഗ്ലാസ് 1/2 ഗ്ലാസ് ഒക്കെ കൂട്ടി ഒഴിച്ചാൽ മതി. അല്ലാത്തവർക്ക് ഇത് ഇങ്ങനെ പാകത്തിന് വെള്ളം ചേർത്തിട്ട് ഇതിങ്ങനെ മൂടി വെക്കണം. പൊത്തി നല്ല ഷേപ്പിൽ നല്ല പൊത്തി വെച്ച് ഒരു 3 മിനിറ്റ് നേരം വേവാൻ വേണ്ടി മൂടി വെക്കണം. മൂടി വെച്ചിട്ട് നമ്മൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞ് നമ്മളിനി തുറന്നാൽ മതി. നമ്മൾ അടപ്പ് മാറ്റിയ ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയ ശേഷം വീണ്ടും ഇത് ഒന്നോടെ നമ്മൾ മൂടി വെച്ചേക്കണം. ഒരു സ്റ്റൗ ഓഫാക്കിയിട്ട് ഒരു 3 മിനിറ്റ് നേരത്തേന് മൂടി വെച്ചേക്കണം. ഒന്നോടെ ഒന്ന് ആവിയിൽ വേവാൻ പാടില്ല. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് നമ്മൾ മൂടി വെച്ചേക്കണം. എന്നിട്ട് ഒരു 3 മിനിറ്റ് നേരം കൂടെ നമ്മൾ ഈ അടപ്പ് വെച്ച് ഒന്ന് വെച്ചേക്കണം. സ്റ്റൗ ഓഫാക്കിയേക്കണം. ആ ചൂടിലിരുന്നത് ഒന്നോടെ ഒന്ന് സെറ്റായിക്കോളും. ഇവിടെ സോഫ്റ്റായ ഉപ്പുമാവ് റെഡിയായി. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയേ, നല്ല ടേസ്റ്റാണ്.